പറഞ്ഞില്ലേ, ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം. എന്നിട്ട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ. ഞാനിവിടെ വന്നതിനു ശേഷം അതിനെക്കുറിച്ച് ഓർത്തത്. വിവരം പറയാൻ ചെന്നപ്പോ അച്ഛനമ്മയ്ക്ക് പ്രസന്റേഷൻ കൊടുക്കുന്നതാ കണ്ടത്. പ്രകാശേട്ടാ, എന്തായാലും നമ്മള് വർഷയുടെ മൂഡ് ഓഫ് മാറ്റാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന്റെ കൂടെ അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം കൂടി അങ്ങ് ആഘോഷിക്കണം. പാവം, അവർക്ക് സന്തോഷാവട്ടെ. ഇവിടെ തൊട്ടടുത്തൊരു കാവുണ്ട്. നമുക്ക് അച്ഛനും അമ്മയും കൂട്ടി അവിടെ പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കണം. അതിനായി എല്ലാവരും തയ്യാറായിട്ട് നിൽക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. സുചിത്രടുത്തി പെട്ടെന്ന് റെഡി ആയിക്കോ. ഹരിതേ. ഓ പിന്നെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരുടെ വിവാഹ വാർഷികം. അത് ആഘോഷിച്ചില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. എന്ത് അസംബന്ധ ഇത്? എന്താ മനുഷ്യ പറയുന്നത്? നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യമല്ലേ? എന്തായാലും ആഘോഷിക്കാനായിട്ട് വന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നത് സന്തോഷമല്ലേ? സന്തോഷാണെങ്കിലേ നീ അങ്ങ് പോയാ മതി, ഞാനെങ്ങും വരുന്നില്ല. കാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച പലർക്കും ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. അതുകൊണ്ട് അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യക്കുറി എടുത്താ അടിക്കുമെന്നാ പറഞ്ഞത്. വൃത്തികെട്ടവനെ. അയ്യോ, ഇങ്ങനെ മനസമാധാനം തരാത്തൊരു ജന്മം. ഇടത്തേക്ക് ഇപ്പളാ മനസ്സിലായി. കൈ പോയി. അരുതേ, വന്ദനേച്ചു വന്ന് വിളിച്ചതല്ലേ, നമുക്ക് കാവി പോണ്ടേ? ഓ പിന്നെ, നിന്റെ വന്ദനേച്ച് വന്നങ്ങ് ക്ഷണിക്കാനും ഞാൻ അങ്ങ് വന്ദനം പറയാനും ഞാനങ്ങ് വരുന്നില്ല. നീ അങ്ങ് പോയാ മതി. എന്റെ ഹരിതക്കുട്ടി, നീ പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. എന്താ? അല്ല, നമ്മള് ഭാര്യയും ഭർത്താവും സ്ഥലത്തുള്ളപ്പോ നമ്മള് രണ്ടുപേരോട് പോകുന്നല്ലേ അതിന്റെ ഒരു മര്യാദ.